ഹായ് എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നത് ചാറ്റ് ജി പി ടിയെ പറ്റിയുള്ള ഒരു കിടിലൻ വീഡിയോ ആയിരുന്നു അല്ലേ. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു ചില കൺട്രീസിലൊക്കെ ഇത് പെയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതായിരിക്കാം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. യൂസ് ചെയ്യാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കിടിലൻ ടെക്നിക്ക്, അതായത് രജിസ്റ്റർ പോലും ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ, നമുക്ക് നോക്കാം. നമ്മുടെ ഫോണിലാണ് നമ്മളിനി ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാൻ പോകുന്നത്. അതാവുമ്പോൾ മോർ കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും ചോദിക്കുകയും ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ സിസ്റ്റം കണക്ട് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫോണിൽ ടെലിഗ്രാമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ടെലിഗ്രാം എടുക്കുന്നു. ദെൻ നമ്മുടെ സെർച്ച് ഐക്കൺ ഉണ്ടല്ലോ, ടെലിഗ്രാമിൽ സെർച്ച് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി ബോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ തന്നെ വരുന്നുണ്ട്. ചാറ്റ് ജി പി ടി എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം അല്ലേ. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ എന്തും ടൈപ്പ് ചെയ്ത് ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസും ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഡീഫോൾട്ട് മോഡാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇത് ടൈപ്പ് ചെയ്തിട്ടാണ് നമുക്ക് റിപ്ലൈ തരേണ്ടതെങ്കിൽ ഡീഫോൾട്ട് മോഡ് സെലക്ട് ചെയ്യണം. ഇതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. അതായത് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടും ഇത് നമുക്ക് ആൻസേഴ്സ് റിട്ടേൺ ചെയ്യും, അതല്ലാതെ ഇമേജിൻ്റെ രൂപത്തിലും നമുക്ക് ആൻസേഴ്സ് റിട്ടേൺ ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഡീഫോൾട്ട് മോഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഹൗ ടു മേക്ക് എ ടീ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഞാൻ എൻ്റർ അടിക്കുന്നു. നമുക്കിവിടെ കാണാം ചാറ്റ് ജി പി ടി ബോട്ട് ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലേ. എനിക്കിവിടെ ചായ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള റെസിപ്പി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും ഇവരോട് ചോദിക്കുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെസിപ്പി. ഇപ്പോൾ എനിക്ക് ഹിയർ ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഫോർ മേക്കിംഗ് എ ഡിലീഷ്യസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മുന്നേയുള്ള വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചാറ്റ് ജി പി ടിയുടെ യൂസ് എന്ന് പറയുന്നത്. നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ആൻസറാണ് ചാറ്റ് ജി പി ടി തരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് റൈറ്റ് എ സ്പീച്ച് ഓൺ റിപ്പബ്ലിക് ഡേ. ഇതാ നല്ലൊരു സ്പീച്ച് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഓൺ ദ ഒക്കേഷൻ ഓഫ് റിപ്പബ്ലിക് ഡേ ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു സെലിബ്രേറ്റ് ദിസ് ഡേ ദാറ്റ് മാർക്സ് ദ അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു സ്പീച്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഈ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. എന്നാൽ ഒരു പസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പസിൽ കൊടുക്കുകയാണ്. ഇതാ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ വന്നിട്ടുണ്ട്. 1, 2 and 3 ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് 3 നമ്പേഴ്സിനെ ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ കിട്ടുന്ന 3 നമ്പേഴ്സ് ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാം. അതായത് നമുക്ക് പ്രോഗ്രാമിൻ്റെ കോഡ് ഫോണിൽ കിട്ടുമെന്നുള്ളത് നോക്കാം. റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു ഫൈൻഡ് ആവറേജ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ട, നമ്മുടെ ജാവ പ്രോഗ്രാമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, അതായത് ഇമേജ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇമേജ് ജനറേഷൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ വരുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ഇൻ ഇംഗ്ലീഷ് ഗീവ്സ് ബെറ്റർ റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ എന്താണോ നമുക്ക് വരച്ച് കിട്ടേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രോ എ പിക്ചർ ഓഫ് എ ഗേൾ പ്ലേയിങ് വിത്ത് എ കൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റർ കീ അടിക്കുകയാണ്. സെൻഡിങ് എ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ. കണ്ട, നല്ലൊരു അടിപൊളി പിക്ചറാണ് എനിക്കിത് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ഒരു ഗേളും ഒരു കൈറ്റും ഒരു ഗ്രൗണ്ടൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് പിക്ചറും ഇത് വരച്ച് തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഡ്രോ എന്നല്ല, നമ്മൾ സെൻഡ് എ ഫോട്ടോ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. കണ്ട, ഇത് ഫോട്ടോ തന്നെ ആയിട്ടാണ് എനിക്ക് എടുത്ത് തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരാനാണ്. നമ്മൾ ഡ്രോ ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ഡ്രോ ചെയ്തിട്ട് തന്നെ തന്നു. അതേസമയം നമ്മൾ സെൻഡ് എ ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഫോട്ടോ തന്നെയായിട്ടാണ് എടുത്തു തന്നിട്ടുള്ളത്. മനസ്സിലായ? അപ്പോൾ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോ ചെയ്തിട്ടാണ് തരേണ്ടതെങ്കിൽ ഡ്രോ എന്ന് പറഞ്ഞിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ എന്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫോട്ടോ മാത്രമായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുക. നമുക്ക് ഇനി ടൈപ്പ് ചെയ്തിട്ടുള്ള ആൻസർ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡീഫോൾട്ട് മോഡിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ ഇതാണ് നമ്മുടെ ചാറ്റ് ജി പി ടി ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. ഇതിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ പ്രോബ്ലംസോ ഒന്നും തന്നെ വരുന്നില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഏതായാലും നമ്മൾ ടെലിഗ്രാമിലാണുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് നമ്മുടെ സെർച്ച് ഐക്കൺ എടുക്കുന്നു. ദെൻ
AI ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ വരുന്നുണ്ട്. അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നിരിക്കട്ടെ, വളരെ പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് സെൻഡ് ചെയ്യുകയാണ്. വർക്കിംഗ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലേ. കണ്ട, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ഫോട്ടോ തന്നിട്ടുണ്ട്. സക്സസ്ഫുള്ളി റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് ഫ്രം യുവർ ഗിവൺ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് മെസ്സേജ്, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അത് ഇങ്ങനെയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.